ആദരണീയനായ അധ്യക്ഷൻ, FATUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ, ഉദ്ഘാടകൻ ശ്രീമാൻ റസാഖ് പാലേരി, വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ്, വേദിയിലുള്ള പ്രിയങ്കരായ നേതാക്കളെ, സദസ്സിലുള്ള പ്രിയങ്കരായ സഹപ്രവർത്തകരെ, പുതിയ FATUവിൻ്റെ നേതൃത്വത്തിന് അസറ്റിൻ്റെ അഭിവാദ്യം അർപ്പിക്കുകയാണ്. അതോടൊപ്പം തൊഴിലിനും തൊഴിൽ സംരക്ഷണത്തിനും വേണ്ടി FATU നടത്തുന്ന പോരാട്ടങ്ങളുടെ ഒരു ചരിത്രം വീണ്ടും കുറിച്ചുകൊണ്ട് നടത്തിയ ഈ സംസ്ഥാന സമ്മേളനത്തിനും അഭിവാദ്യങ്ങൾ നേരുകയാണ്. തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ചരിത്രം എന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം മുതൽ ആരംഭിക്കുന്നതാണ്. സുദീർഘമായ ഈ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ പ്രച്ഛന്ന വേഷത്തിലുള്ള കോഡുകളിലൂടെ, നിയമങ്ങളിലൂടെ തകർക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. 44 തൊഴിൽ നിയമങ്ങൾ 4 കോഡുകളായി വരുന്നത് പോലെ യൂണിഫൈഡ് പെൻഷൻ സ്കീം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നൊക്കെയുള്ള സുന്ദരമായ പേരുകളിൽ വളരെ മനോഹരമായ രീതിയിൽ, അതോടൊപ്പം കോർപ്പറേറ്റുകളുടെ അജണ്ടകളെ കൃത്യമായി സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സമീപനമാണ് തൊഴിൽ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവയ്ക്കെതിരെ പോരാടുന്നതിന് യഥാർത്ഥത്തിൽ ചരിത്രത്തിന്റെ വലിയ ഭാരം പേറുന്ന സംഘടനകൾ പ്രയാസപ്പെടുകയാണ്. ഞങ്ങൾ സർവീസ് മേഖലയിൽ വയനാടിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റവും അധികം നെഞ്ചുപൊട്ടുക സർവീസ് മേഖലയിലെ സംഘടനകളാണ്. കാരണം അവർ സർവീസ് സമരങ്ങളൊക്കെ നിർത്തി ഓണാഘോഷവും പൂക്കള മത്സരവും പായസ നിർമ്മാണവും കലാകായിക മത്സരവും ഒക്കെ ആയി മാറുമ്പോൾ അതിനുള്ള അവസരം അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. കാരണം അത്തരം സംഘടനകളൊക്കെ അപ്രസക്തമായി മാറുകയാണ്. അത്തരം സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ FATU പോലെയുള്ള സംഘടനകളെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇന്നും നിരവധി മേഖലകൾ അസംഘടിതമാണ്. ഈ അസംഘടിത മേഖലകൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശക്തിക്കാൻ തീർച്ചയായും തന്നെ എഴുന്നേറ്റ് നിൽക്കാൻ FATUവിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ സമര പോരാട്ടങ്ങളിൽ അസറ്റിന്റെ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുന്നു. പുതിയ നേതൃത്വത്തിന് ഒരിക്കൽ കൂടി ഞാൻ അഭിവാദ്യം നേരുകയാണ്. താങ്ക് യു വെരി മച്ച്.